ഷിബു ബേബി ജോൺ ഉറങ്ങിപ്പോയത് കൊണ്ടല്ല, ഉണർന്നിരിക്കുമ്പോൾ തന്നെയാണ് വന്യമൃഗങ്ങൾ വരുന്നതെന്ന് എന്നെപ്പറ്റി പറഞ്ഞവരാരോഗ്യമാണ്. ഷിബു ബേബി ജോണിനെ പറ്റി ഞാൻ എന്നെ പറയില്ല. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രതിരോധിക്കുന്നതിൽ സർക്കാർ വീഴ്ച ആണോ? കഴിഞ്ഞ തവണ ഈ വിമർശനങ്ങൾ കേട്ടതാണോ? നിങ്ങൾ തന്നെ വിലയിരുത്തും. ഇത് രാവിലെ എഴുന്നേറ്റാൽ എന്നെ വേട്ടയാടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കാതോർപ്പിച്ച് നിൽക്കുന്ന പത്രപ്രവർത്തകന്മാരും നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അല്ല, അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ്. അദ്ദേഹം ഇടപെട്ട് നല്ല കാര്യക്ഷമമായി പ്രവർത്തിച്ച് വന്യജീവി ആക്രമണത്തിൽ നിന്നും മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അല്ല, ആയില്ലല്ലോ. ഇതിപ്പോ നിങ്ങളെ മനസ്സിൽ കാണുന്നത് ഇതൊക്കെ ഏതെങ്കിലും ഒരു മന്ത്രിന്റെ കഴിവുകേടായിട്ടാണല്ലോ. ആ വാക്ക് ഞാൻ മൈക്കിലൂടെ പറയുന്നില്ല. അദ്ദേഹം പ്രവർത്തിക്കട്ടെ എന്ന്. അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. കാരണം സ്ഥലം മാറ്റങ്ങൾക്ക് മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ പരാതി ഉണ്ടാവില്ല. പക്ഷേ ഒരു ഗവൺമെന്റ് മാറുമ്പോൾ ഒരു മാറ്റം സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. അതുപടി പക്ഷെ അത് മന്ത്രിസഭ അധികാരത്തിൽ വരും മുമ്പേ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചെയ്തതിനെ കുറിച്ചാണ് പ്രതിപക്ഷത്തിന് പ്രതിഷേധമുള്ളത്. അത് NGO യൂണിയൻ പോലുള്ള സംഘടനകൾ ഉയർത്തുന്ന വിമർശനം ശരിയാണ് എന്ന് തോന്നുന്നുണ്ട്. ഞാനത് പലപ്രാവശ്യം പറഞ്ഞതല്ലേ. ഇത് പല കാരണങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നെല്ലാം മന്ത്രി എന്ത് അത് ഇതിലൂടെ പറയുന്നത്. അപ്പൊ ശരിക്കും പറയേണ്ടത് ഷിബു ബേബി ജോൺ ഉറങ്ങിപ്പോയത് കൊണ്ടല്ല, ഉണർന്നിരിക്കുമ്പോൾ തന്നെയാണ് വന്യമൃഗങ്ങൾ വരുന്നതെന്ന് എന്നെപ്പറ്റി പറഞ്ഞവരാരോഗ്യമാണ്. ഷിബു ബേബി ജോണിനെ പറ്റി ഞാൻ എന്നെ പറയില്ല. കാരണം അദ്ദേഹം വന്നേ ഉള്ളൂ. അദ്ദേഹം പ്രശ്നങ്ങൾക്ക് ആഴത്തിൽ പഠിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു നല്ല മിടുക്കനായ മന്ത്രിയാവട്ടെ. അതിനേക്കാളുപരി മലയോര മേഖലയിലെ കർഷകർക്ക് ജീവനും സ്വത്തിനും ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കട്ടെ. ചില പത്രപ്രവർത്തകരല്ല, എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയവർ അങ്ങനെ വേണമോ എന്ന് നിങ്ങളിപ്പോൾ സംശയിച്ചതുപോലെ അവരിൽ തന്നെ സംശയം ഉണ്ടായാൽ സ്വാധാരണം. അല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ല. പക്ഷെ അന്ന് മന്ത്രിയുടെ കഴിവുകേടായിട്ടല്ലേ നിങ്ങൾ പറഞ്ഞു. അപ്പോ പിന്നെ ഇപ്പം വേറൊരു മന്ത്രി വന്നിരിക്കുകയല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ചില യാഥാർത്ഥ്യങ്ങൾ ചില പ്രവൃത്തികളെ കാലം ന്യായീകരിക്കും. അപ്പോ വനംവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുള്ള എന്റെ പ്രവർത്തനത്തേക്ക് ആ കാലം ന്യായീകരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം അഡ്മിനിസ്ട്രേഷൻ നല്ല നിലയിൽ കൊണ്ടുവന്നു. കാരണം നേരത്തെ 10 പ്രാവശ്യം ഫോൺ ചെയ്താൽ RRTക്കാർ വരാത്ത സ്ഥലത്ത് ആദ്യത്തെ ഫോൺ കിട്ടിയാൽ അടുത്ത മിനിറ്റിൽ RRT എത്തുന്ന വിധത്തിൽ RRTയെ ശക്തിപ്പെടുത്തി. ആയുധങ്ങൾ പുതുതായിട്ടുള്ളത് കൊടുത്തു. 500 പുതിയ വെയിറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി നിശ്ചയിച്ചു. അപ്പോൾ ഒരു ഭരണാധികാരിയുടെ ചുമതല എന്ന് പറയുന്നത് മന്ത്രി നേരിട്ട് വന്ന് ഭരണം നടത്തലല്ല, ഉദ്യോഗസ്ഥന്മാരെ അതിനെ പ്രാപ്തരാക്കി അതിന് സജ്ജമാക്കി ഇറക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ കാര്യക്ഷമതയുള്ള ഒരു ഭരണ സംവിധാനമായി വനം വകുപ്പിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ആ ട്രെയിനിൽ കയറി തുറന്നുവെച്ച് വന്ന മന്ത്രിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഒറ്റമൂലിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിൽ എനിക്ക് നന്ദിയുണ്ട്.